ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴും ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇന്നലെ 2-3 ന്യൂസിൽ കണ്ട് കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ത കറുത്ത കാറിന് കുഴപ്പം. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാറിൽ കയറിയെന്നും പറഞ്ഞിട്ട് അതെന്റെ പ്രൈവറ്റ് കാറാണ്, വേറെ സുഹൃത്തിന്റെയാണ്. എന്റെ വണ്ടി കേടായപ്പോ ഞാൻ അന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാറ് മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാറ് മേടിച്ചാൽ ആരും ഒന്നും പറയില്ല മുഖ്യമന്ത്രി പുതിയ കാറ്. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് മതിയെന്നേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് അവകാശപ്പെടുകയല്ല. ഇത് നമ്മളെപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശമാണ്, അല്ലാതെ അതിൻ്റെ അകത്ത് ലാളിത്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ മറിച്ച് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു 2 കാറ് ഞാൻ വന്ന് മേടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പോയാൽ നിങ്ങൾ ഒരു ദിവസമല്ലേ വാർത്ത എഴുതുള്ളൂ, അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും മറന്നുപോയില്ല, എനിക്ക് ആ കാറിൽ പോകാല്ല. പക്ഷെ അതല്ല, അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ വെറുതെ ഈ പറഞ്ഞെന്താന്ന് കേൾക്കാതെ കറുത്ത കാറിൽ സഞ്ചരിക്കില്ല എന്ന് പറയാൻ എനിക്കെന്താ? എന്നോടെന്താ വല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കരുത്? ഇന്നലെ അടിച്ചു വിടുവാണ് വാർത്ത. ഞാൻ നോക്കിയപ്പോ ദേ പോകുന്നു കറുത്ത കാറിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള വാർത്തയൊന്നും ചെയ്യും. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ കോൺവോയ് വേണ്ട എന്ന്. പോലീസ് ഞാൻ എസ്കോർട്ട് കൂടി വേണ്ടെന്ന് പറഞ്ഞത് സമ്മതിച്ചില്ല പോലീസ്. 3 വണ്ടി കൂടുതൽ കോൺവോയിൽ. നേരത്തെ പരാതികൾ 30-40 വണ്ടികൾ, ആംബുലൻസ് ഒരുപാട്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല. Z+ കാറ്റഗറിയാണ് മുഖ്യമന്ത്രി, Z+ കാറ്റഗറിയാണ്. അപ്പൊ അത് യൂണിയൻ ഗവൺമെന്റും ഒക്കെ അത് ശ്രദ്ധിക്കുന്നതാണ്, അത് പറയുന്നതാണ്. പക്ഷെ ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രായത്തിലുള്ള എന്റെ പൊളിറ്റിക്കൽ പശ്ചാത്തലമുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്നു, ഒരു 10-30-40 വണ്ടി കൂടി റോഡിൽ കൂടി പോകുന്നു. ഞാനാണ് റോഡിൽ നിന്ന് ആ കാഴ്ച കാണുന്നതെങ്കിൽ ഞാൻ എന്തു വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ദേഷ്യം തോന്നും, എനിക്ക് നിരാശ തോന്നും, എനിക്ക് പുച്ഛം തോന്നും, എനിക്ക് പരിഹസിക്കാൻ തോന്നും, എനിക്ക് ചിരിക്കാൻ തോന്നും, വല്ലാത്ത ദേഷ്യവും വരും, ഇല്ലേ? അപ്പൊ ഞാനാണ് വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോ കാത്ത് എന്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുവാണെങ്കിലാ, നിങ്ങൾ ആരെങ്കിലും കിടക്കുവാണെങ്കിലാ, 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളല്ല, അതൊന്നും വേണ്ടെന്ന് പറയും. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പൊ ഞാൻ എടുത്ത തീരുമാനമാണത്. അത് വേറെ ഞാൻ ഭയങ്കര ലാളിത്യക്കാരനാണ്, ഭയങ്കര സിമ്പിളാണ് എന്നൊന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല.